ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂമിൽ കടന്നു വന്ന് ആദ്യമായിട്ട് ആമേൻ സ്തോത്രം ശുശ്രൂഷിപ്പാൻ ദൈവം ചെയ്ത എല്ലാ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ ലിസ സിസ്റ്റർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ എന്നെ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്തത് പഞ്ചാബിലുള്ള സിന്ധു സിസ്റ്ററാണ്. സിസ്റ്ററെ ഞാൻ ഈ ക്ഷണത്തിൽ ഓർക്കുന്നുണ്ട്. സിസ്റ്റർ ഞങ്ങളുടെ പഞ്ചാബിൽ നിന്നും അവളെ യാത്ര തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. സ്തോത്രം. സഹായിക്കട്ടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരുന്നാൽ നിങ്ങളുടെ മുഖമൊക്കെ കണ്ട് നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുവാണ്. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് അപ്പൊ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാതെ നിങ്ങൾ ഇരുന്ന് ഞാൻ പ്രതിമ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ആയിപ്പോവും. സോറി. എല്ലാവരും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ കണക്കിനിരിക്കുക. ദൈവം നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ഉള്ളവൻ പ്രതികൂലത്തിൽ നിന്ന് കയറി വരും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ കാരാഗ്രഹത്തിൽ നിന്ന് കയറി വരും. അഭിഷേകമുള്ളവൻ സിംഹക്കുഴിക്കകത്തു നിന്ന് എഴുന്നേറ്റ് വരും. അഭിഷേകമുള്ളവൻ പത്മോസ് ദ്വീപിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരും. ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നു, അഭിഷേകമുള്ള ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് രാവിലെ ഞങ്ങൾ ചർച്ചില് ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പെട്ടെന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിൽ തന്നത് ഇങ്ങനെയാണ്: മനുഷ്യനും പിശാചും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കി നമുക്കെതിരെ, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, മനുഷ്യനും പിശാചും നമുക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി നമുക്കെതിരെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കെട്ടിവെക്കുന്ന കെട്ടുകളെ അഭിഷേകം അഴിക്കും. ശ്രദ്ധിച്ചോണം, മനുഷ്യനും പിശാചും നമുക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി നമുക്കെതിരെ കെട്ടിവെക്കുന്ന സകല കെട്ടുകളെയും അഭിഷേകം അഴിക്കും. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുകയാണ്, അഭിഷേകം നിങ്ങളെ ചിലതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അഭിഷേകം നിങ്ങളെ പ്രതികൂലത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും. അഭിഷേകം നിങ്ങളെ കെട്ടുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഒരു കെട്ടുകളും സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ അത് അഴിയാതെ ഇരിക്കത്തില്ല. കാരണം അഭിഷേകമുള്ളവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്റെ ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ. താങ്ക് യു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ചിലരെ അങ്ങനെ എഴുന്നേൽപ്പിക്കട്ടെ. ഈ സൂമിനകത്ത് വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രികാലം വിടുതൽ വേണം എന്നുള്ളവരെ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് കയറ്റിയിട്ടുള്ളൂ. വിടുതൽ നടക്കണം അല്ലെങ്കിൽ വിടുതൽ വേണമെന്ന് പറയുന്ന ചിലരെ മാത്രമേ പരിശുദ്ധാത്മാവ് ഈ സൂമിനകത്ത് ഇരുത്തിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം വലിയ വിടുതലോടെ നമ്മൾ കടന്നു പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം. അതാണോ? ജഡത്തിന്റെ ചിന്ത മരണം, അതെ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഓക്കെ. ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ജഡ സ്വഭാവം ഒരിക്കലും ദൈവത്തോട് യോജിച്ചു പോകുന്നതല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് ദൈവത്തിന്റെ കർത്തൃമേശയിൽ പങ്കാളികളായി തീരുന്ന ഞാനും നിങ്ങളും ഒരിക്കലും ജഡവും ആത്മാവും തമ്മിൽ യോജിച്ചു പോകത്തില്ല. മനസ്സിലാക്കിക്കോണം. ഇന്ന് ഇതിനകത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരൊക്കെയോ തൊടും. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ചിലരെ പുറത്തെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചില വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തരും ഇന്ന്. സ്തോത്രം. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട
ഒരു കാര്യമാണ്. ആമേൻ. ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ നിമിത്തം ആമേൻ ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ചിലരെ ഇന്ന് പകൽക്കാലം രാത്രികാലം പരിശുദ്ധാത്മാവ് തൊടും. ആമേൻ. ചില പ്രശ്നങ്ങളാൽ ഭാരത്തോടും പ്രയാസത്തോടും ഹൃദയവേദനയോടും ആമേൻ നിരാശയോടും ആയിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില പ്രതിസന്ധികളെ മറികടക്കാനുള്ള അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിനകത്ത് പൗലോസ് എങ്ങനെയാണ് പൗലോസ് ആയെന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം, അല്ലെ? ശൗല എങ്ങനെയാണ് പൗലോസ് ആയെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ പൗലോസിന്റെ ജീവിതയാത്രയിലെ അല്ലെങ്കിൽ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ആമേൻ പൗലോസ് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നു, ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു, ഒത്തിരി കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി അവൻ കടന്നുപോയി. എന്നാൽ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഫസ്റ്റ് വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവർ രക്ഷപ്പെട്ട് മെലീത്ത എന്ന് പറയുന്ന ദ്വീപിൽ അവരെത്തി. ആമേൻ. ആ ദ്വീപിൽ ആമേൻ അവർ ഈ കടലിനകത്ത് എത്രയോ ദിവസങ്ങൾ അവിടെ കിടന്നു. ഈ തണുപ്പടിച്ച് ദേഹം മൊത്തം തണുപ്പ് കൊണ്ട് ആമേൻ ഈ അഭിഷിക്തന്മാർ ആമേൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് കയറി വരുന്നത്. എന്നാലും പൗലോസ് കൂടെയുള്ള സഹോദരന്മാരെ ധൈര്യപ്പെടുത്തി, കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും വരത്തില്ല, ഒരു മുടി പോലും ആമേൻ നിന്റെ തലയിൽ നിന്ന് വീണ് പോകില്ല എന്ന് കൂടെ ഉള്ളവരെ ധൈര്യപ്പെടുത്തി. ലിസ സിസ്റ്ററെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ കൂടെ ഉള്ളവരെ നിങ്ങൾ ബലപ്പെടുത്തും കേട്ടോ. ആമേൻ. അങ്ങനെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ആമേൻ. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഹൃദയം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആമേൻ. അനേകർക്ക് നീ ഒരു ആശ്വാസമാണ്, അനേകർക്ക് നീ ഒരു ആത്മീയ മാതാവാണ്. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പേരെ ആമേൻ സ്തോത്രം ആശ്വസിപ്പിച്ചു വഴി നടത്തും. നിന്റെ വാക്കുകൾ കൊണ്ട് അനേകർ ആശ്വാസം പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ശിഷ്യന്മാരെ ആമേൻ അനേകര എന്തുവാ ഇങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, ശിഷ്യന്മാരുടെ നാവുകളെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വചനമുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ. അനേകരെ ബലപ്പെടുത്തുവാൻ, ഹൃദയങ്ങളെ മുറികെട്ടുവാൻ 61 വേഴ്സ്. അതെ. യഹോവ അഭിഷേകം ചെയ്തിരിക്കുന്നു, യഹോവയുടെ ആത്മാവ് വേണ്ടിയിരിക്കുന്നു. അതെ. ഈ വചനപ്രകാരം അനേകരെ മുറിവ് കെട്ടുവാൻ തക്കവണ്ണം, അനേകരുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഭാരങ്ങളെ ഒപ്പിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ചില കൈമാറ്റങ്ങളെ ലിസ സിസ്റ്ററിന്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുകയാണ്. ആമേൻ. വെറുതെ അല്ല ഇങ്ങനെ ഒരു മീറ്റിംഗ് തുടങ്ങിയത് കേട്ടോ, വെറുതെ അല്ല. ഇതിനകത്ത് കടന്നു വരുന്നവർ മുഴുവനും ആമേൻ അനേകം ഭാരങ്ങളിൽ കൂടി വരുന്നവരാണ്. ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി മുറിവേറ്റവരും ആമേൻ സ്തോത്രം ബന്ധുക്കളാലും ചാർച്ചക്കാരാലും ആമേൻ സഭയുടെ അകത്തു നിന്നും മുറിവേറ്റവരാണ് ഇതിനകത്ത് കടന്നു വരുന്നത്. പക്ഷേ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുന്നു, ലിസ സിസ്റ്ററെ, നിങ്ങൾക്ക് അനേകരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് സിസ്റ്ററെ. ആമേൻ. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ. നിങ്ങളുടെ ഒരു പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ അനേകരെ കൂടെ ചേർത്ത് പിടിക്കാനുള്ളൊരു ആമേൻ ഒരു മാനസികമായിട്ടുള്ള ആ വികാസം, ആമേൻ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളെ മനസ്സിന്റെ വിശാലത ആമേൻ കർത്താവ് ഒന്നുകൂടെ അതിനെ ആമേൻ സ്തോത്രം വിശാലമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മ വിശാലമാക്കാൻ പോവാണ് സിസ്റ്ററെ. ആമേൻ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്നിലൊരു പ്രവാചകിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അത് ഓപ്പൺ ആകുകയാണ്. പ്രാപിച്ചെടുത്തോണം. ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ആ പ്രവചനത്തിന്റെ ആത്മാവ് ഓപ്പൺ ആകുകയാണ് സിസ്റ്ററെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ശക്തിയോടെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ആമേൻ ദൈവത്തിന്റെ ശബ്ദത്തെ കൈമാറുവാൻ തക്കവണ്ണം ആ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. യെസ്, ചലിക്കട്ടെ, ഇന്ന് രാത്രി ചലിക്കട്ടെ, തീ ഇറങ്ങട്ടെപ്പ യേശുവിന്റെ നാമത്തിൽ. അതിശക്തമായ നിലവാരങ്ങളിൽ. ഓ യെസ് കർത്താവേ, യെസ് കർത്താവേ, ആ തീ തന്റെ മകളെ തൊടുന്നതിനായി സ്തോത്രം.
അഭിഷേകം തന്റെ മകളെ തൊടുന്നതിനായി നന്ദി പറയുന്ന അപ്പച്ച. റീമാന ഹസ്തര ജലപ്രമാന ഹസ്തര ജഗനഘടക രഹസ്യാന്തര വൈഡവ രഘടകരക സിയാന്തരേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഐ ലവ് യു പപ്പ. ഓ റാം ശഖന വൈഡമന ഹസ്തര ജനപ്രഭ രഗന രഗസ്തേ ലീഖ രവനഘടക ഹസ്തര ജഗൽക്കമാനഗസ്യ. നിങ്ങളുടെ അന്യഭാഷയിൽ ആമേൻ ഒരു പവർ ഉണ്ട് കേട്ടോ. റീമ സിഖേ ലിബറോ ഷിയാൻചര. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. മെലീത്ത ദ്വീപിൽ ആമേൻ രക്ഷപ്പെട്ട പൗലോസിനെ അവിടുത്തെ നീതി ദേവി അവനെ കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. കൊല്ലുമെന്ന് പറഞ്ഞ് അവിടുത്തെ ദേശത്തിലെ ദേശാധിപതി എഴുന്നേറ്റ് നിൽക്കുക. അവിടെ ആദ്യം പൗലോസ് കണ്ടത് തീയാണ് കണ്ടത് അല്ലെ. തീയാണ് അവിടെ കണ്ടത്. ഈ തീക്കകത്ത് കുറച്ച് വിറക് കഷ്ണങ്ങൾ അവിടെ കിടക്കുമ്പോൾ ആ വിറകിൽ നിന്നും ആമേൻ എടുത്ത് ആ തീക്കകത്തോട്ട് ഇട്ടപ്പോൾ അണലി എന്ത് ചെയ്തു? പൗലോസിന്റെ കയ്യിൽ കടിച്ചു എന്നും പറയുന്നുണ്ട്, പറ്റി പിടിച്ചു എന്നും പറയുന്നുണ്ട്. കടിച്ചത് കൊണ്ടാണ് അവിടെ ബർബരന്മാർ പറഞ്ഞത് ഈ നീതി ദേവത അവനെ ഇപ്പൊ എന്ത് ചെയ്യും? അവൻ നീര് പിടിക്കും, അവൻ ചാവും, അവൻ ഇനി ഇല്ലാതാകും പറഞ്ഞത്. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, നീ ഇനി ഇല്ല, നീ ഇനി തീർന്നു, ആമേൻ, നീ ഇനി ആമേൻ കയറി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആമേൻ നിന്നെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് രാത്രി പറയുകയാണ്, അഭിഷേകം നിന്നെ പുറത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നിന്നെ പുറത്തു കൊണ്ടുവരും. താങ്ക് യു ജീസസ്. അഭിഷേകം, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം സാധാരണ ഒരു അഭിഷേകമല്ല. ആമേൻ. സാധാരണ ഒരു വ്യക്തിയുടെ അഭിഷേകമല്ല നമ്മുടെ മേൽ കിടക്കുന്നത്. മരിച്ചവനെ കല്ലറയ്ക്കകത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി ആ പവർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി ആമേൻ ഈ സഹോദരിമാരെ പുറത്തു കൊണ്ടുവരികയാ. സ്തീകരമന ഹസ്തരജന ദുരമന ഘടകരഹസ്യ റബലഘടക ധീരശബാന. ഓ ഹല്ലേലൂയ. ആമേൻ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളിലൂടെ ദൈവിക മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. നിങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഈ അപ്പോസ്തല പ്രവർത്തിയിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ പൗലോസ് ആമേൻ സ്തോത്രം തീക്കകത്ത് ആ വിറക് കഷ്ണം ഇട്ടപ്പോൾ അണലി കടിച്ചു തൂങ്ങി അല്ലെ. ബർബരന്മാർ പറഞ്ഞു, ഇവന് ഇനി ജീവിക്കത്തില്ല, ഇവന് ഇനി തീർന്നുപോയി, ഇവനെ ഇവിടെയും നീതി ദേവത വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ അപമാനിച്ച സ്ഥാനത്ത് ആമേൻ അഭിഷേകം അവന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ട് ആ അണലിയെ തീക്കകത്ത് കൊടഞ്ഞു കളഞ്ഞിട്ട് ആമേൻ അവൻ അവിടെ നിന്ന് ആമേൻ രക്ഷപ്പെട്ട് എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലതിനെ ആമേൻ തീക്കകത്ത്, ആരാധനയുടെ തീക്കകത്ത്, പ്രാർത്ഥനയുടെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിലൊന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ചില നിയോഗങ്ങൾ ഇന്ന് രാത്രി മാലം കൈമാറും. റീമാന ഹദര പ്രമാന. ഞാൻ ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന 4 പേരോടും കൂടെ ഞാൻ പറയുവാണ്. ആമേൻ. ഇന്ന് രാത്രികാലം പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാൽ പുതിയ നിയോഗങ്ങളെ പരിശുദ്ധാത്മാവ് കൈമാറുവാനിടയായിത്തീരും. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. പലപ്പോഴും ആമേൻ സ്തോത്രം നമ്മുടെ മേൽ കിടക്കുന്ന വിശ്വാസത്തെ തകർക്കുന്നത് ജഡത്തിന്റെ ചിന്തകളാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തോടെ ചിലത് പറയും, ചിലത് ചെയ്യും, ആമേൻ കർത്താവിന് വേണ്ടി നിൽക്കും. പക്ഷേ ആമേൻ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ചില സമയത്ത് അവിശ്വാസം കയറി വരുന്നത് ജഡത്തിന്റെ ചിന്തയാ. ആമേൻ. പൗലോസ് ജഡത്തിന്റെ ചിന്തയെ മരിപ്പിച്ചതുപോലെ ഇന്ന് രാത്രികാലം നമ്മുടെ ശരീരങ്ങളിലാകുന്ന ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുക. ഓ റീമാന ഹദര പ്രമാന ഷൈഡലമന. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ് കേട്ടോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് പകർച്ചയായിരിക്കും നടക്കുന്നത്. ആമേൻ. വചന ശുശ്രൂഷ
വെറും തുച്ഛമായ രീതിയിലേ നടക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ആത്മാവിൽ കാണുകയാണ്, ഇതിനകത്തിരിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ എഴുന്നേൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് രാത്രി ഇത് നിങ്ങളുടെ ദിവസമാണ് കേട്ടോ, നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ, ആത്മാവിന്റെ അഭിഷേകത്തോടെ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന സിംഹം പോലെ ഒന്ന് എഴുന്നേൽക്കുവാൻ. ശതനമനഹസ്തരജന ദുരമനഹടകരഹസ്യാന്തര. നോക്കണമേ, ജഡത്തിന്റെ ചിന്ത മരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കയറി വരുമ്പോൾ ജഡമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് മരണത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുന്നത്. ജഡമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അവിശ്വാസത്തെ കൊണ്ടിടുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, നമ്മുടെ ജഡമാകുന്നതിനെ നമ്മളൊന്ന് മരിപ്പിക്കണം കേട്ടോ. നമ്മുടെ ജഡത്തിന്റെ ഇച്ഛാശക്തികളെ, ജഡത്തിൽ നിന്ന് കയറി വരുന്ന പാപമോഹങ്ങളെ ഇന്ന് രാത്രികാലം മരിപ്പിക്കുക സഹോദരങ്ങളെ, മരിപ്പിക്കുക. നമുക്ക് ആത്മാവിൽ മുന്നേറണം. ആമേൻ, നമുക്ക് ആത്മാവിൽ ഒന്ന് എഴുന്നേൽക്കണം. നമുക്ക് ആത്മാവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഇന്ന് രാത്രി അങ്ങനെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഉള്ളവരെ ഇന്ന് രാത്രികാല അഭിഷേകത്തോടെ നിറയ്ക്കുകയാ ഇന്ന് രാത്രി. ഓ ശബന ഹസ്തരാജനദരഗസ്യ ഓ റീമാസെഖിലിബറശോലിയാറമനസ്തര. ആത്മാവിന്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും, അല്ലെ? ജീവനും സമാധാനവും. അപ്പൊ നമ്മളെപ്പോഴും ആത്മാവിൽ സഞ്ചരിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ജീവനും സമാധാനവും ഉണ്ടാകുവാനിടയായി തീരും, അല്ലെ? ഞങ്ങളുടെ ചർച്ചിനകത്ത് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. അപ്പൊ ഇന്നാണ് അത് തീർന്നത്. അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ സഹോദരങ്ങളോട് ഞാൻ പഠിപ്പിച്ച ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്ക് കർത്താവ് ബോധ്യം തന്ന, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ കർത്താവ് എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അതൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് ഞാൻ എൻ്റെ കൃപയ്ക്കൊത്തവണ്ണം, കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം അവരോട് പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആദ്യം ലഭിക്കുന്നത് എന്താണ് അറിയാവുന്നവരൊന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ശക്തിയാണോ? അല്ല സിസ്റ്ററെ, ആദ്യം നമുക്ക് തരുന്നത് സുബോധമാണ്. സുബോധം. കാരണം ഞാൻ അത് പറയാൻ കാര്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതൊന്ന് എടുത്തേ. മകൻ യെസ്, അവനെ പരിശുദ്ധാത്മാവ് വന്നപ്പോ അവന് സുബോധം വന്നു. ഈ ഞാനിത് പ്രാർത്ഥനയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോ ഈ വചനമെല്ലാം എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നതാ. ഇത് തന്നു. പിന്നെ അതായത് റൂട്ട് മാറിയിരിക്കുമ്പോൾ, നമ്മുടെ റൂട്ട് തെറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കത് പറഞ്ഞു തരും. അപ്പം അതിനെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് ഇസബേലിന്റെ വാക്ക് കേട്ട് പേടിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്, ഉചൂരച്ചെടി. അത് റൂട്ട് തെറ്റിയിരുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? റൂട്ട് തെറ്റിയിരുന്ന ഏലിയാവിനെ ദൂതൻ വന്ന് പറയാണ്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നിനക്കിവിടെ കാര്യമില്ല, നീ എഴുന്നേൽക്കുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. മനസ്സിലായോ? ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ആദ്യം സുബോധം ലഭിക്കും. ഇവിടെ ഈ അപ്പന്റെ സകല സ്വത്തുക്കളും, അല്ലെ, ഇളയ മകൻ സ്വരൂപിച്ച് അവൻ മറ്റൊരു ദേശത്ത് പോയി, അവന് വാളവര പോലും തിന്നാൻ പറ്റാത്ത നിലയിൽ അവന്റെ ജീവിതത്തിനകത്ത് കഷ്ടം കയറി വന്നു. എന്നിട്ടും അവൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, അപ്പന്റെ ഭവനത്തിൽ നല്ല സമ്പന്നതയിൽ നിന്ന ഒരു മകനാ, അല്ലെ? നല്ല ഭക്ഷണം, നല്ല ഡ്രസ്സ്, ഇതെല്ലാം കഴിച്ച് അവൻ നല്ല രീതിയിൽ ഇരുന്നവനാ. പക്ഷെ ഇവൻ ഈ സമ്പത്ത് എന്ന് അവന്റെ കയ്യിൽ കിട്ടിയോ, അപ്പോഴവന്റെ മേൽ സാത്താൻ കയറി, അല്ലെ? ലോകം അവന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ അവന്റെ മേൽ സാത്താൻ കയറി, അല്ലെ? ഈ സാത്താൻ കയറിയത് കൊണ്ടാണല്ലോ ഇവൻ ഈ അപ്പന്റെ സമ്പത്തെല്ലാം മേടിച്ചോണ്ട് പോയത്. എന്നാൽ നോക്കണമേ, ഈ വാളവര തിന്നാൻ പോലും കൊടുത്തിട്ട് കിട്ടാത്തതിന്റെ പേരിൽ അപ്പോൾ 17-ാമത്തെ വാക്യം, അപ്പോൾ സുബോധം വന്നിട്ട്, അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് സഹോദരങ്ങളെ. ഈ ഗ്യാപ്പിൽ അവൻ എന്തായിരിക്കും ചെയ്തത്? നമ്മുടെ ജീവിതത്തിനകത്തും ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഗ്യാപ്പ് വരും. അപ്പൊ ഈ ഗ്യാപ്പിൽ നമ്മൾ എന്തായിരിക്കും ദൈവത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുക? നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കും, അല്ലെ? പ്രാർത്ഥിച്ചപ്പോഴാണ്
പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നതും സുബോധം ലഭിച്ചതും. മനസ്സിലായോ? മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങള്? ഇന്ന് രാത്രികൾ നിങ്ങളത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഈ പ്രാർത്ഥന, ഈ ഗ്യാപ്പ്, അവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അവൻ ആഹാരം കഴിക്കാത്ത നിലയിൽ വന്നപ്പോൾ അവനൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിനിടയ്ക്ക് അവൻ പ്രാർത്ഥിച്ചപ്പോൾ സുബോധം വന്നു. എന്നിട്ട് അവിടെ താഴെ ആ പ്രാർത്ഥനയും പറയുന്നുണ്ട്. നോയിക്കോണേ, താഴെ പറയുന്ന പ്രാർത്ഥന നോയിക്കോണേ. 19ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചല്ലേ സിസ്റ്ററെ? 18ാമത്തെ വാക്യം മുതൽ വായിക്കണേ. 18ാമത്തെ വാക്യം മുതൽ വായിക്കണേ. അപ്പോൾ അവന് സുബോധം വന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ആമേൻ. യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ ആക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ എന്ന് പറഞ്ഞു. യെസ്, അങ്ങനെ അപ്പന്റെ അടുക്കലേക്ക് പോയി അവൻ എഴുന്നേറ്റത്. മതി സിസ്റ്റർ, മതി. നോക്കണ, കണ്ടല്ലോ ഞാൻ മേളിൽ പറഞ്ഞ ആ ഗ്യാപ്പ് അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ദൈവം അവന് സമയം കൊടുത്തതാ. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാം, എന്തെങ്കിലും ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിനകത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. ആമേൻ. അടുത്ത ഒരു പൊസിഷനിലേക്ക് ദൈവം നിങ്ങളെ കടത്തിക്കൊണ്ട് പോകാൻ പോവുകയാണ്. അടുത്ത ഒരു ഒരു സീസൺ നമ്മുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ആമേൻ. ഇവിടെ ഈ മകൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതാണ്, അപ്പാ, ഞാൻ അപ്പനോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനുള്ളവനല്ല. അവൻ അപ്പോൾ സുബോധം വന്നത് കണ്ടോ. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ പോയി. എവിടെ പോയി? അപ്പന്റെ അടുക്കൽ പോയി. അവൻ ഈ പറഞ്ഞ പ്രാർത്ഥന അപ്പനോട് ചെന്ന് പറയുകയാണ്. കണ്ടോ, 22ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ നോക്കിക്കേ. 21ാമത്തെ വാക്യത്തിൽ അതേ പ്രാർത്ഥന അപ്പനോട് അവൻ പോയി പറഞ്ഞിട്ട് അപ്പൻ എന്തൊക്കെയാണ് അവന് കൊടുത്തേ നോക്കണേ. നിങ്ങൾ നോക്കണം, ഭയങ്കര വെളിപ്പാടാ കേട്ടോ. ഞാനിത് പല പ്രാവശ്യവും വായിച്ചു വിട്ട കാര്യമാണ്. പക്ഷെ കർത്താവ് ഞാൻ ഇന്നലെ അത് അവിടെ ടീച്ച് ചെയ്തപ്പോ ഭയങ്കര വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നു. ഇവിടെ നോക്കണമേ, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടല്ലോ. അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ. അങ്കി എന്ന് പറയുന്നത് വസ്ത്രമാണ് അല്ലെ. ഇവന്റെ കൈക്ക് മോതിരം ഇടണം. ആമേൻ. ഇവന്റെ കാലിന് പുതിയ ചെരുപ്പ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ആമേൻ സ്തോത്രം. അങ്കി എന്ന് പറയുന്നത് രക്ഷാവസ്ത്രമാണ് കേട്ടോ, രക്ഷാവസ്ത്രം. രണ്ടാമത് മോതിരം എന്ന് പറയുന്നത് അധികാരത്തെ കാണിക്കുന്നു. ആമേൻ. ചെരുപ്പെന്ന് പറയുന്നത് സുവിശേഷം. നിങ്ങൾ ആമേൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. ആമേൻ. അവിടെ കുറെ കാര്യങ്ങൾ 6ന്റെ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള നിങ്ങളുടെ കാലിനും അല്ലെ. അപ്പം ഈ 3 കാര്യങ്ങൾ സത്യം പറഞ്ഞ ഞാൻ ഇതിനു മുമ്പ് വായിച്ചു വിട്ട കാര്യങ്ങളാ. അപ്പോഴൊന്നും എനിക്കിത് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഇത് പ്രസന്റ് ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങനെ ഒരു വെളിപ്പാട് തന്നു. അങ്കി എന്ന് പറയുന്നത് രക്ഷാവസ്ത്രം. അവന് സുബോധം വന്നിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ കർത്താവ് അവന് രക്ഷാവസ്ത്രം കൊടുത്തു. അവന് അധികാരത്തിന്റെ മോതിരം അവന്റെ കയ്യിൽ കൊടുത്തു. ആമേൻ. സുവിശേഷം പറയാനുള്ള ചെരുപ്പ് അവന്റെ കാലിലിട്ട് കൊടുത്തു. ഇത് 3 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ രക്ഷയുടെ ഭാഗത്ത് വന്നപ്പോൾ കർത്താവ് നമുക്ക് ആദ്യം തന്നത് രക്ഷാവസ്ത്രമാണ്. ആമേൻ. രണ്ടാമത് ദൈവം നമുക്ക് തന്നത് അധികാരത്തെ. ആമേൻ. മൂന്നാമത് ദൈവം നമുക്ക് തന്നത് സുവിശേഷം പറയാനുള്ള ചെരുപ്പ്. ഇന്ന് രാത്രി ആമേൻ ഞാൻ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലർ ആമേൻ സ്തോത്രം അധികാരത്തോടെ നിങ്ങളൊന്ന് കൽപ്പിച്ചാലുണ്ടല്ലോ, ആമേൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങും. ആമേൻ. നിങ്ങളുടെ വാക്കിന്റെ മുമ്പിൽ ഒരു ദുഷ്ടശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഒരു അന്ധകാര സ്പിരിറ്റുകൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. അഭിഷേകം ആമേൻ സ്തോത്രം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ചിലരുടെ ഹൃദയത്തിലെ മുറിവുകളെ പരിശുദ്ധാത്മാവ് ഉണക്കുകയാ. ആമേൻ. വാക്കുകൾ നിമിത്തം ആമേൻ, ചിലരുടെ വാക്കുകൾ നിമിത്തം നിങ്ങളുടെ ഹൃദയം മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ചിലരുടെ നോട്ടം നിമിത്തം നിങ്ങളുടെ ഹൃദയങ്ങൾ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, എലിസബത്ത് ആന്റി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഉണക്കുകയാണ് കേട്ടോ.
ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഉണക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ആമേൻ ഈ 3 കാര്യത്തിന്റെ മേൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ ഇരുന്നാൽ കർത്താവ് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. ആമേൻ. അനേകരെ നേടുവാൻ, അനേകർക്ക് കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ മറ്റുള്ളവർക്ക് കൈമാറാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അഭിഷേകത്തിന്റെ ഒരു തലം ഇവിടെ ഓപ്പൺ ആകുകയാണ്. അഭിഷേകത്തിന്റെ തലം ഓപ്പൺ ആകുകയാണ്. ഇന്ന് രാത്രി പ്രാപിക്കുന്ന, ദാഹത്തോടെ ഇരുന്ന് പ്രാപിക്കുന്നവരുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ അത് അത്യന്ത ശക്തിയായി വെളിപ്പെടുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. തന്റെ മക്കൾ നിറയട്ടെ ഇന്ന് രാത്രി. കർത്താവെ നിറയട്ടെ, നിറയട്ടെ, നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ, നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ ഇന്ന് രാത്രി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ജീസസ് നെയിം, ജീസസ് നെയിം. ഓ ശബാനഹാദര വൈഡമ രഹസ്യ. ആമേൻ. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പുത്രനും പുത്രിയും എന്നുള്ള അവകാശം നമുക്കുള്ളതാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആമേൻ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. കണ്ടോ, ദൈവം നമ്മളെ മകളെന്നും മകനെന്നുമാണ് കണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഭയപ്പെടുകയാണ്. മനസ്സിലായോ? വീണ്ടും ഞാനും നിങ്ങളും ഭയപ്പെടുന്ന ആത്മാവിനെ അല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. പ്രതികൂലം വരുമ്പോൾ ആരെങ്കിലും നമ്മളെ ഒന്ന് വഴക്ക് പറയുമ്പോഴോ, ആരെങ്കിലും നമ്മളെ ഒന്ന് ചീത്ത പറയുമ്പോഴോ, മാറ്റി നിർത്തുമ്പോഴോ അവിടെ ഭയപ്പെട്ടു പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായോ? 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 ആമേൻ. സ്തോത്രം. നിങ്ങൾ വീണ്ടും ഭയപ്പെടേണ്ടവരല്ല. പ്രതികൂലങ്ങൾ കണ്ട്, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ കണ്ട്, കാറ്റും കോളും കണ്ട്, ആമേൻ, മഴ കണ്ട്, ആമേൻ, സ്തോത്രം, ആടി ഉലയുന്ന വള്ളത്തെ കണ്ട്, ആമേൻ, നിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല. നിങ്ങളുടെ മേലിരിക്കുന്ന ആത്മാവേതാ? നിങ്ങളുടെ മേലിരിക്കുന്ന ആത്മാവേതാ? സ്വർഗത്തിലെ പുനരുത്ഥാനത്തിന്റെ ശക്തി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ മേലിരിക്കുമ്പോൾ ഏത് പൈശാചിക ബന്ധനത്തിനാണ് നമ്മളെ കെട്ടിവെക്കാൻ കഴിയുന്ന സഹോദരങ്ങളെ? ഒരുത്തനും നമ്മളെ തൊടാൻ കഴിയത്തില്ല. മനുഷ്യനും പിശാചും ഇനി എത്രത്തോളം കൂട്ടുകെട്ടുണ്ടാക്കി നമുക്കെതിരെ അഴിച്ചുവിട്ടാലും, പ്രതികൂലങ്ങൾ കയറ്റിവിട്ടാലും, എത്ര നമ്മളെ കെട്ടി ഒതുക്കിയാലും അഭിഷേകം ആ കെട്ടുകളെ അഴിക്കും. താങ്ക് യു ജീസസ്. ഓ കർത്താവേ, ഇന്ന് രാത്രികാലം നീ തന്റെ മക്കളെ തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ച. ഈ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം അവിടെ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഓ റാം ശമന ഹസ്തരജന ഹസ്തരജന തുരിപ്രഭ രഗസ്ഥലേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതികൂലം കടന്നു വന്നു സിസ്റ്ററെ. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ സിസ്റ്ററിന് പോസ്റ്റർ അടിക്കാൻ തന്ന ഫോട്ടോ കണ്ടായിരുന്നു. അത് ഞാൻ അസുഖത്തിൽ കിടന്നപ്പോൾ മരുന്ന് കുടിച്ചിരുന്ന സമയത്തെടുത്ത ഫോട്ടോയാണ്. എനിക്ക് 78 കിലോ ഉണ്ടായിരുന്നു, 78 കിലോ. എനിക്ക് ചെറിയ ഒരു അസുഖത്തിന്റെ ഒരു കിടക്കയിലായിരുന്ന സമയത്ത് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ഞാൻ 67 ഉള്ളൂ. 67 നിന്ന് വീണ്ടും കുറഞ്ഞു കാണും. അപ്പോഴെടുത്ത ഫോട്ടോയാണ് ഞാൻ സിസ്റ്ററിന് അയച്ചു തന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിക്കാത്തൊരു ഒരു കൂരിരിൽ താഴ്വര എന്ന് കൂടി വേണമെങ്കിൽ പറയാം. അതിന്റെ മരണത്തിന്റെ താഴ്വര എന്ന് പറയാം. മരണത്തിന്റെ താഴ്വരയെ കൂടി ദൈവത്തിന്റെ ആത്മാവ് എന്നെ കടത്തി വിട്ടു കേട്ടോ. ആമേൻ. മാർച്ച് മാസം തീരുന്നതിന്റെ ലാസ്റ്റ് ആയപ്പോ ഒരു പൂർണ്ണമായി കിടരോഗിയായി പോയ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു.
എന്താണ് രോഗമെന്നോ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നോ എനിക്കറിയത്തില്ല. എൻ്റെ കാല് ഞാനും ഹസ്ബൻഡും മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി യാത്രകൾ ചെയ്യുന്നവരാ. അപ്പം ഞാൻ വിചാരിച്ചു യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കാല് നീര് വരാം. പക്ഷെ ഒരിക്കലും എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എത്ര ദൂരെ യാത്ര ചെയ്തിരുന്നാലും എനിക്ക് കാലിന് നീര് വരത്തില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമായപ്പോൾ എൻ്റെ കാലിന് നീര് വന്നു, ജോയിന്റിനെല്ലാം പെയിനായി, രാത്രിയിൽ പനി, പകല് പനിയില്ല, രാത്രിയിലാ പനി. അങ്ങനെ മാർച്ച് അവസാനം പനി വന്ന് ഞാൻ കിടപ്പായി. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, എന്തെങ്കിലും ഡെങ്കുവാണോ എന്തെങ്കിലും പനിയാണോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ല. അവർ ഇഞ്ചക്ഷൻ എടുത്തു, ഗുളിക തന്നു. ആ ഗുളിക ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എൻ്റെ പെയിൻ എല്ലാം മാറി, ഞാൻ സൗഖ്യമാവും. വീണ്ടും എനിക്ക് ആ ഡോസ് എല്ലാം കുറയുമ്പോൾ വീണ്ടും എനിക്ക് വയ്യായികയുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ദിവസം പൂർണ്ണമായിട്ട് അങ്ങ് കട്ടിലിൽ കിടന്നുപോയി. കിടന്നിട്ട് വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് ഒരു വൈദ്യന്റെ അടുത്ത് ഞങ്ങൾ പോയി. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ വൈദ്യന്റെ അടുത്ത് പോയപ്പോൾ വൈദ്യൻ അവര് കൈനാടി പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ദേഹം മൊത്തം നീരായിപ്പോയി. നീരായി പോയിട്ട് എൻ്റെ വാതരോഗം കൂടെ വന്നു. എൻ്റെ കുടുംബത്തിലോ എൻ്റെ മാതാവിനോ എൻ്റെ മാതാവിന്റെ അമ്മയ്ക്കോ ഒന്നും ഇങ്ങനത്തെ ഒരു അസുഖമേ ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ എൻ്റെ പൊന്ന് സിസ്റ്ററെ, എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം. സിന്ധുവിന് അറിയാം ആ കാര്യങ്ങളൊക്കെ. ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത നിലയിൽ, എനിക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ഒരു നിലവാരം എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. പിശാച് എന്നെ ഒതുക്കാൻ നോക്കണം. പിശാച് എന്നെ ഭയങ്കരമായിട്ട് ഒതുക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ വൈദ്യന്റെ അടുത്ത് പോയി. വൈദ്യൻ തന്ന മരുന്ന്, കഷായം, പഥ്യമുണ്ട്, മുട്ട, ഇറച്ചി, മീന്, ബേക്കറി, മൈദ, ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഞാൻ ഫുള്ള് ഞാൻ പച്ചക്കറിയായി മാറി. അങ്ങനെ അവർ തന്ന മരുന്നെല്ലാം കഴിച്ചു, ഒന്ന് റിക്കവറായി. ഇപ്പം ഞാൻ ഒന്ന് റിക്കവറായി വന്നതേ ഉള്ളൂ. അതിൽ നിന്നും എൻ്റെ പഴയ അവസ്ഥയിൽ നിന്നും എൻ്റെ ശരീരത്തിലുള്ള നീരെല്ലാം പുറത്തു പോയി. എന്ത് പറയാൻ, ഞാൻ തുറന്ന് പറയാലോ, സ്ത്രീകൾക്കുണ്ടാകുന്ന മാസമുറ പോലെ എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് പീരീഡ്സ് ആവത്തില്ലായിരുന്നു. എന്നെ മൊത്തത്തിൽ പിശാച് എന്ത് ചെയ്തു, ഞാൻ ഒരിടത്തും പോകരുതെന്ന് പറഞ്ഞ് എന്നെ കെട്ടി ബന്ധിച്ച ഒരവസ്ഥയായിരുന്നു. 6 മാസം സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ പീരീഡ്സ് വരാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. ആമേൻ. അവിടെ പോയി മരുന്നെടുത്തു. ഞാൻ ഇന്ന് വരെ എനിക്ക് അതിന് യാതൊരു ഇതുമില്ല. പീരീഡ്സ് എല്ലാം കറക്റ്റ് മാസത്തിൽ എനിക്ക് കർത്താവ് അതിനൊരു അനുഗ്രഹത്തോടെ അതെല്ലാം കറക്റ്റായിട്ട് കർത്താവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ എന്തൊന്ന് പറയാൻ, നമ്മൾ ഈ രോഗാവസ്ഥയിൽ കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ മാനസികമായിട്ട് അയ്യോ ഞാൻ രോഗിയാണ്, അയ്യോ ഞാൻ കർത്താവ് എനിക്ക് എന്തോ ആണ് എനിക്ക് എന്നൊക്കെ ഉള്ള ചിന്ത ആ സമയത്ത് എനിക്ക് തന്നു. പക്ഷെ എങ്കിലും പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു. ആ സമയങ്ങളിൽ കണ്ണുനീരോടുകൂടെ കരഞ്ഞ് നിലവിളിച്ച് ആരും ഇല്ലാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, ഒരാഴ്ച എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എണീക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ച ജോലിക്ക് പോകാതെ കൂടെ നിന്ന് എന്നെ പരിപാലിച്ചു. അത്ര പോലും വയ്യാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ഏകദേശം ഒരു 6 മാസം ഞാൻ മരുന്ന് കുടിച്ചിട്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ഞാൻ ആ മരുന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു സിസ്റ്ററെ. കാരണം കർത്താവ് എനിക്ക് ഇത്രത്തോളം ബലം തന്നു, കർത്താവ് എനിക്ക് ഇത്രത്തോളം ആരോഗ്യം തന്നു. അവര് പറഞ്ഞ ട്രീറ്റ്മെന്റ് 1 വർഷമാണ്. 1 വർഷം. ഈ 1 വർഷവും എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. പഥ്യമെടുത്ത് എനിക്ക് വീട്ടിലിരിക്കണം. എനിക്ക് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എവിടെയെങ്കിലും വർഷിപ്പിന് എന്നെ വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഈ 1 വർഷത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് നമ്മളെ പൂട്ടിയിട്ടതാണ്, നമ്മൾ പുറത്തു പോകരുതെന്ന് പറഞ്ഞ് പിശാച് പൂട്ടിയിട്ടതാ. പക്ഷെ കഴിഞ്ഞ ഈ മാസത്തിൽ ഫസ്റ്റ് ഞങ്ങൾ മല്ലപ്പള്ളിയിൽ ഒരു മീറ്റിങ്ങിന് എന്നെ ക്ഷണിക്കാനിടയായി തീർന്നു, വർഷിപ്പിന് വേണ്ടി ക്ഷണിക്കാനിടയായി തീർന്നു. ഞാൻ അവിടെ പോയി പാസ്റ്റർ വിശ്വാസത്തോടെ എന്നോട് പറഞ്ഞു, ദിവ്യ, ഇതെല്ലാം നീ വിശ്വാസത്തോടെ വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തോടെ നീ ആഹാരം കഴിക്കുക, കർത്താവ് നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ആ ദേവദാസൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തറച്ചു. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും മീനും മുട്ടയും ഇറച്ചിയൊക്കെ കഴിച്ച് കർത്താവിന്റെ വേലയെ സത്യം പറയാലോ, ഞാൻ വിശ്വാസത്തോടെ അന്ന് ഉപേക്ഷിച്ചതാ ഞാൻ മരുന്ന്. ഞാൻ ഇന്ന്
ആമേൻ സ്തോത്രം. എനിക്ക് കഴിക്കാൻ പറ്റുന്ന, എനിക്ക് കുറേശ്ശെ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആഹാരം ഞാൻ പഴയ രീതിയിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി ചോറ് എടുത്താൽ അതിന്റെ ബാക്കി ഞാൻ വെക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ് ഇപ്പൊ ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം. കർത്താവ് എന്നെ കുറിച്ച് ഇതല്ല ആഗ്രഹിക്കുന്നത്. അത് ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കണം. ആമേൻ. ഞാൻ ആ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പോടാ പിശാചേ, ആമേൻ, കർത്താവേണ എന്നെ സൗഖ്യമാക്കി, നിനക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. ആമേൻ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പഞ്ചാബിൽ പോയി, ഞങ്ങള് സിന്ധു സിസ്റ്ററിന്റെ അവിടെ പോയി. പഞ്ചാബിൽ പോയിട്ട് വന്ന സമയത്ത് ഒരാഴ്ചത്തെ മീറ്റിംഗ് ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചു. 5 ദൈവദാസന്മാരെ വിളിച്ചു. അതിൽ ഫസ്റ്റ് വന്ന ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞു. ആമേൻ. എന്തുവാ പറഞ്ഞത്? ഇയ്യോബിനെ തകർക്കാൻ നോക്കി. അപ്പോ കർത്താവ് പറഞ്ഞു, അവനെ നിന്റെ കരങ്ങളിൽ തന്നു, പക്ഷെ അവന്റെ ജീവനെ മാത്രം നീ തൊട്ടുപോകരുത് എന്നൊരു വാക്യം പറഞ്ഞപ്പോ അതെനിക്ക് മനസ്സിലായി, ഇത് എന്നോടുള്ള ദൂതാണെന്ന്. ആ ദേവദാസൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സിസ്റ്ററെ, ഇവിടെ പിശാച് വന്ന് എത്തി നോക്കി. എന്തിനാ? ജീവനെ എടുക്കാൻ, പ്രാണനെ എടുക്കാൻ. സത്യമായിട്ട് ഞാൻ പറയാം സിസ്റ്ററെ, എന്റെ ഭവനത്തിനകത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. എന്റെ ശരീരത്തിൽ നിന്നും എന്റെ പ്രാണൻ പോകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ വലിയ കരുതൽ, കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്നവനെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കി. ആമേ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ആമേ, ഞങ്ങൾ വളർത്തുന്ന ഒരു പട്ടിയുണ്ട് കേട്ടോ, ഒരു നായയുണ്ട്. അവള് ഭയങ്കര സ്നേഹമാ. പെൺപട്ടിയാണ്. ഞങ്ങൾ വീട്ടിനകത്തിട്ട് അവളെ വളർത്തുന്നത്. ഞങ്ങളെ കൂടെയാണ് അവള് കിടക്കുന്നത് എല്ലാം. അപ്പം എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ തൊടാൻ കഴിയാത്തത് കൊണ്ട് ഈ നല്ല രീതിയിൽ നിന്ന പട്ടിയിലേക്ക് ഈ പിശാച് എന്ത് ചെയ്തു? പ്രാണനെ തൊടാൻ. എന്റെ പട്ടി, ഞാൻ നോക്കിയപ്പോ എന്റെ ദൈവമേ, എന്റെ പട്ടി തറയിൽ അങ്ങ് വീണു. നോക്കിയപ്പോ വായി കൂടെ ഞൊരയും പതയും വരാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇവള് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാനും എന്റെ ദേവദാസനും ആ പട്ടിയുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവൾ അരമണിക്കൂർ കഴിഞ്ഞത് അവൾ ചാടി വീഴുന്ന എണീറ്റു. എനിക്ക് മനസ്സിലായി, അഭിഷേകമുള്ളവന്റെ വീട്ടിനകത്ത് പട്ടിയെ പോലും തൊടാൻ പിശാച് അനുവദിക്കരുത്. ആമേൻ, ആമേൻ. അഭിഷേകമുള്ളവന്റെ വീട്ടിലെ പട്ടിയെ തൊടാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കണം. ആമേൻ. ഏത് പ്രതിസന്ധി വന്നാലും പറയണം, പിശാചേ പോടാ. ആമേൻ. ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും നിൽക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി എന്റെ മേലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രയാസത്തെ, അല്ലെങ്കിൽ ഈ ആമേൻ കഷ്ടതയെ ഞാൻ ജയിക്കും. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഈ രോഗത്തെ ഞാൻ ജയിക്കും. ആമേൻ. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥയെ ഞാൻ ജയിക്കും. ആമേൻ. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഇന്ന് രാത്രി ആമേൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആമേൻ, ദൈവത്താൽ ചില മതിലുകൾ നിങ്ങൾ ചാടിക്കടക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, സുബോധത്തോടുകൂടെ വരുമ്പോൾ, നമുക്ക് നല്ല വഴിയെ പറഞ്ഞു തന്ന് നമ്മളെ നല്ല റൂട്ടിലേക്ക് നമ്മളെ നടത്തുവാനിടയായി തീരും. ആമേ. ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുക. പ്രാർത്ഥനയിൽ ജഡീകമായ ചിന്തകളെ എല്ലാം നമ്മൾ കുടഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിൽ നമ്മൾ എഴുന്നേറ്റ് ആത്മാവിൽ നമ്മൾ നടക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ആദിയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആ ഒരു പവർ നിങ്ങൾ അനുഭവിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല പിതാവേ, സ്വർഗ്ഗ നല്ല രാജാവേ, നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് നൽകപ്പെട്ട സമയത്തിൽ തന്നെ നിർത്തുവാൻ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വിടുതൽ അനുഭവിക്കേണ്ട ചിലർ ഇതിനകത്ത് കടന്നു വന്നു. അവർ പ്രാർത്ഥിച്ചു, അവർ പ്രാപിച്ചതിനായി നന്ദി പറയുന്നപ്പം ഈ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചു പ്രാപിച്ച ആ മഹത്വം അവർ ഈ ദിവസങ്ങളിൽ അത് കർത്താവെ അപ്പൊ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കർത്താവെ. ചിലരെ കൂടെ നേടുവാൻ, ചിലരെ കൂടെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ഈ കർത്താവെ സൂം മീറ്റിംഗിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അങ്ങ് അനുഗ്രഹിച്ചാട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ പ്രാപിച്ച അഭിഷേകം നഷ്ടപ്പെടുത്തി കളയാൻ പിശാച് ഒരു പ്രതികൂലത്തെ അവരുടെ ജീവിതത്തിൽ കൊണ്ടിട്ടാൽ പോലും അതിനകത്ത് നിന്ന് അവർ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം നീ അവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അപ്പാടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലമാനോ മഹത്വം എടുക്കും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.
ആമേൻ 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 ആമേൻ. ആമേൻ ദൈവം ആമേൻ. നമ്മളെല്ലാവരും Thank you. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും ആമേൻ. സമയം ആമേൻ എനിക്ക് നൽകി തന്ന ആമേൻ ഇതിനകത്തുള്ള ലിസ സിസ്റ്ററേയും ആമേൻ ഇത്രയും സമയം എന്നെ ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.